ഹായ്, നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ് നോക്കിയത്. ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ് ഒക്കെ നോക്കിയിരുന്നു. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം നോക്കണം. ടെസ്റ്റ് ദി ഫോളോയിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഫോർ കൺവേർജൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കൺവേർജൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഫസ്റ്റ് പ്രോബ്ലം ഇൻ്റഗ്രേഷൻ -∞ to 0 dx by 1 - 3x whole square dx by 1 - 3x whole square എന്നാണ്. സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ a = -∞ ആണ്. അപ്പോൾ ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻ്റഗ്രേഷൻ a to 0 dx by 1 - 3x square എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/1 - 3x whole square എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 - 3x all raised to 2 -2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ -2 + 1/-2 + 1. പിന്നെന്താ? ഡെറിവേറ്റീവ് ഓഫ് -3x. ഡെറിവേറ്റീവ് -3x പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് -3x, ഡെറിവേറ്റീവ് ഓഫ് ഇത് 1 - 3x. സോ നമുക്ക് എന്ത് വരും? 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ -3 എന്ന് വരും. -3 എന്ന് വരും. ഞാൻ ഇൻ്റഗ്രേഷൻ ഇവിടെ ചെയ്യാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇൻ്റഗ്രേഷൻ 1/1 - 3x whole square എന്നാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതി? dx integration 1 - 3x all raised to -2 dx. So that's equal to 1 - 3x all raised to -2 + 1 divided -2 + 1. പിന്നെ എന്ത് വരും? ഈ 1 - 3xൻ്റെ ഡെറിവേറ്റീവ്. സോ എന്ത് വരും? അത് നമ്മൾ എവിടെ എഴുതുക? അടിയിലായിട്ടാണ് എഴുതുക. സോ 3 എന്ന് വരും. 3 അല്ല, -3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 1 - 3x -2 + 1 പറയുമ്പോൾ -1. സോ 1/1 - 3x all raised to -1. 1/1 - 3x -2 + 1 പറഞ്ഞാൽ -1. സോ -1 ഇൻറ്റു -1 പറഞ്ഞാൽ പ്ലസ്. സോ 3 ഇൻറ്റു 1 - 3x എന്ന് വരും. ഓക്കെ, 3 ഇൻറ്റു 1 - 3x എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ഇവിടെ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 1/3 എന്നാകുമ്പോൾ -1 എക്സിന് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 1 - 3 എന്ന് വരും. സോ 1/3 ലിമിറ്റ് a ടെൻസ് ടു -∞ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു ടേമിൽ എയുടെ ടേംസ് വരുന്നില്ല. ഇനി അടുത്തതിൽ നമ്മൾ എയുടെ ടേംസ് വരുന്നുണ്ട്. സോ അവിടെ എന്ത് ചെയ്യുക? 1 - 3a മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1/3നെ പുറത്തെടുക്കുക, എന്നിട്ട് 1 - 3aക്ക് നമ്മൾ എയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? -∞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/3 1/1 - 3 ഇൻറ്റു ഇൻഫിനിറ്റി എന്നാണ് വരിക. സോ 1/∞ പറഞ്ഞാൽ 0. സോ 1/3 - 0 = 1/3. 1/3 പറഞ്ഞൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഈസ് ഫൈനൈറ്റ്. സോ ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് കൺവേർജൻറ്റ് ആൻഡ് ഹാസ് ദി വാല്യൂ 1/3. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 1/3 ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ -∞ to 0 cos hx dx ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ലോവർ ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻ്റഗ്രേഷൻ a to 0 cos hx dx. ദെൻ ഈക്വൽ ടു ലിമിറ്റ് a ടെൻസ് ടു -∞ cos hxൻ്റെ ഇൻ്റഗ്രേഷൻ sin hx. അവിടെ മൈനസ് ഒന്നും വരില്ല, കാരണം ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. സോ sin hx വരും. a to 0 നമ്മൾ ലിമിറ്റ് കൊടുത്തു. ദെൻ sin h of 0 - sin h of a. ലിമിറ്റ് a ടെൻസ് ടു -∞ sin h of 0 - sin h of a എന്ന് വരും. സോ sin h of 0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. sin h a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം e⁻⁴ sin h x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e⁻x - -x/2 എന്നാണ്. സോ അവിടെ എക്സിൻ്റെ സ്ഥലത്ത് a ആണ്. സോ e⁻a - a/2. നമ്മൾ എന്ത് ചെയ്യുക? -∞ എയുടെ സ്ഥലത്ത് കൊടുക്കുക. സോ എന്ത് വരും? e⁻∞ - e⁻∞/2 എന്ന് വരും. ഈ ടേം 0 ആയിട്ട് മാറും. e⁻∞ പറഞ്ഞാൽ 0 ആണ്. സോ e⁻∞/2 e⁻∞/2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ് ആൻസർ വരിക. സോ ഈ ലിമിറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ പ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് ഡൈവേർജൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ഷോ ദാറ്റ് ഇൻ്റഗ്രേഷൻ -∞ to dx by 1 + x² ഈസ് കൺവേർജൻറ്റ്. ഇത് കൺവേർജൻറ്റ് ആണെന്ന് ഷോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിവിടെ രണ്ട് ലിമിറ്റും എന്താണ്? ഇൻഫിനിറ്റിയാണ്. സോറി, -∞ to -∞ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഡെഫിനിഷൻ വെച്ചിട്ട്. നാലാമത്തെ ഡെഫിനിഷൻ പറഞ്ഞാൽ നമ്മളൊരു കൺവേർജൻസിൻ്റെയും ഡൈവേർജൻസിൻ്റെയും 4 ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അവിടെയുള്ള ഡെഫിനിഷൻ രണ്ടും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻഫിനിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ ഇൻ്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സോ -∞ to 0 അതേപോലെ 0 to ∞ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യുക. സോ dx by 1 + x²
dx/1 + x² എന്ന് വരും. അപ്പം നമുക്കറിയാം 1/1 + x² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. tan ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x² എന്ന് പറഞ്ഞാൽ. അപ്പം 1/1 + x² ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് എക്സ്. നമ്മൾ ഇവിടെ -∞ സ്ഥലത്ത് എന്ത് കൊടുത്തു? ലിമിറ്റ് a → -∞ എന്ന് കൊടുത്തു. ഇവിടെ ഇൻഫിനിറ്റിയുടെ സ്ഥലത്ത് b → ∞ എന്ന് കൊടുത്തു. സോ ലിമിറ്റ് a → -∞ tan ഇൻവേഴ്സ് ഓഫ് എക്സ് a to 0 എന്നും അതേപോലെ ലിമിറ്റ് b → ∞ tan ഇൻവേഴ്സ് ഓഫ് എക്സ് 0 to b എന്നും കൊടുത്തു. ദെൻ ലിമിറ്റ് a → -∞ tan ഇൻവേഴ്സ് ഓഫ് 0 - tan ഇൻവേഴ്സ് ഓഫ് a പ്ലസ് ലിമിറ്റ് b → ∞ tan ഇൻവേഴ്സ് ഓഫ് b - tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് വരും. സോ tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് ആക്കി ചെയ്തിട്ടുണ്ട്. ടാൻ പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. സോ tan 0 ആണ്. tan 0 പറഞ്ഞാൽ സൈൻ 0/cos 0. അപ്പോൾ 0/1 പറഞ്ഞാൽ 0. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0. ഓക്കെ, tan 0 = 0. tan 0 = 0. നമ്മൾ ഈ ടാനിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0, അല്ലെങ്കിൽ tan ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് വരും? 0 = tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് വരും. tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0. ആൻഡ് അതേപോലെ tan ഇൻവേഴ്സ്. സോ നമുക്കിവിടെ tan ഇൻവേഴ്സ് ഓഫ് 0ൻ്റെ കേസ് പറഞ്ഞു. ഇനി tan ഇൻവേഴ്സ് ഓഫ് എൻ്റെ കേസ്. tan ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുമ്പോൾ എയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കാം? -∞. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ്, അല്ലെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി -∞ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ ടാനിന് ഇൻഫിനിറ്റി, ഇതിൻ്റെ മീനിങ് എന്താ? ഇൻഫിനിറ്റി = tan ഓഫ് സംതിങ്, അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇൻഫിനിറ്റി -∞ ഓഫ് tan ഓഫ് സംതിങ് എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ ഇൻഫിനിറ്റി, ടാൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവണം. എന്താവണം? ടാൻ പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ കോസിൻ്റെ വാല്യൂ 0 ആണ്. കോസിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ π/2 സോ നമുക്ക് എന്ത് പറയാം? tan ഓഫ് π/2 = എന്താണ്? tan ഓഫ് π/2 = ഇൻഫിനിറ്റി ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി = π/2 എന്ന് വരും. ദെൻ നമ്മളിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മൈനസ് പറഞ്ഞിട്ടുണ്ട്. -∞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിസൾട്ട് ഉണ്ട് tan ഇൻവേഴ്സ് ഓഫ് tan ഓഫ് -x = tan x എന്നുള്ള റിസൾട്ട് ഉണ്ട്. സോ tan ഇൻവേഴ്സ് ഓഫ് -∞ = -tan x. സോ -π/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ -π/2 പ്ലസ് പിന്നെന്താ വരുന്നത്? ലിമിറ്റ് b → ഇവിടെ tan ഇൻവേഴ്സ് ഓഫ് ബിക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. അത് ഇവിടെ tan ഇൻവേഴ്സ് ഓഫ് -∞, നമുക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ tan ഓഫ് -x = -tan x എന്നുള്ള റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ -π/2 വരാൻ കാരണം. ദെൻ അതേപോലെ തന്നെ ബിക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ tan ഓഫ് ഇൻഫിനിറ്റി എന്ന് വരും. tan ഓഫ് ഇൻഫിനിറ്റി വരണമെങ്കിൽ, ടാൻ്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് വരണമെങ്കിൽ എന്താണ്? കോസിൻ്റെ വാല്യൂ 0 ആണ്. കോസിൻ്റെ വാല്യൂ 0 ആവുക π/2. സോ പ്ലസ് π/2 - 0 എന്ന് വരും. ദാറ്റ്സ് = π/2 + π/2 ദാറ്റ്സ് = π എന്ന് വരും. ഓക്കെ, ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ലിമിറ്റ് a → -∞ tan ഇൻവേഴ്സ് ഓഫ് a = -π/2 ആൻഡ് ലിമിറ്റ് b → ∞ tan ഇൻവേഴ്സ് ഓഫ് b = π/2. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വന്നത്? π ആണ് വന്നത്. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? കൺവേർജൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ വാല്യൂ പൈയിലേക്ക് കൺവേർജൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത്. അടുത്ത ഷോ ദാറ്റ് -∞ to ∞ 2x/1 + x² dx is divergent. ഇതേപോലെ തന്നെ -∞ to ∞ ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ? രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യുക. -∞ to 0 + 0 to ∞. ആൻഡ് രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? -∞ a → -∞ എന്നും ഇൻഫിനിറ്റിയിലോർത്ത് b → ∞ എന്നും കൊടുക്കുക. ഇനി 2x/1 + x² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ 2x/1 + x² dx എന്നാണ്. 2x/1 + x² dx. നമ്മൾ എന്ത് ചെയ്യുക? അതിപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 + x² യുന്നോ അല്ലെങ്കിൽ ടീന്നോ എന്തെങ്കിലും കൊടുക്കുക. സോ 2x dx = dt എന്ന് വരും. ഓക്കെ, 2x dx = dt. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? dt/t ഇൻ്റഗ്രേഷൻ 0 to a. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ a എന്ന് പറഞ്ഞതൊക്കെ നമ്മളുടെ എന്ത് വേരിയബിളാണ്? ഡെമി വേരിയബിളാണ്. സോ ഇൻ്റഗ്രേഷൻ 0 to a ആയാലും കുഴപ്പമില്ല. അപ്പോൾ 2x/1 + x² എന്ന് പറഞ്ഞാൽ log of 1 + x² ഡെറിവേറ്റീവ് ആണ്. സോ log of 1 + x².
integration value a to 0 plus limit b tends to infinity log of 1 plus x square 0 to b എന്ന് കൊടുത്തു. നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ലോഗ് 1 ലോഗ് എക്സിന് നമ്മൾ 0 കൊടുത്തു. സോ ലോഗ് 1 മൈനസ് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ മൈനസ് ലോഗ് 1 വരും. ഇനി നമ്മളതിന് വാല്യൂ എക്കും ബിക്കും ഇൻഫിനിറ്റി കൊടുത്താൽ നമ്മുടെ വാല്യൂവിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ എന്ത് ചെയ്യുക, ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഇൻഫിനിറ്റ് വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പം കണ്ടെത്താൻ പറ്റില്ല. സോ നമുക്ക് എന്ത് പറയാം, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. കാരണം എക്സിസ്റ്റ് ചെയ്യണില്ല, ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണില്ല. സോ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ഡൈവേർജൻ്റ്. നേരത്തെ നോട്ട് ദാറ്റ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ബി ടു ബി 2x by 1 plus x square dx limit b tends to infinity log of 1 plus x square minus b to b this implies integration minus b f of s dx not be equal to limit b tends to infinity minus b to b. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ലാന്ന്. പക്ഷേ ഈ ഒരു ഇൻ്റഗ്രലിനോട് അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂനോട് ഒരിക്കലും മൈനസ് ബി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ആവില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ അല്ല, ഒരിക്കലും ഇത് എന്താവില്ല, ഈക്വൽ ആവില്ല. അത് രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. ഓക്കെ, അടുത്ത ഷോ ദാറ്റ് ഇൻറ്റഗ്രേഷൻ 0 to infinity e raised to minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. അപ്പോൾ നമ്മളോട് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ഒരു ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും എപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ആൻഡ് ഡൈവേർജ് ചെയ്യും എപ്പോൾ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഇങ്ങനെ നോക്കാം. ഇൻ്റഗ്രേഷൻ 0 to infinity e raised to minus tx dx ആണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വരുന്നത് അപ്പർ ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി e raised to minus tx dx എന്ന് വരും. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി e raised to minus tx നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ എന്ത് വരും, e raised to minus tx by minus t 0 to b എന്ന് വരും. ഓക്കെ, ദെൻ ഇവിടെ b കൊടുക്കുക. e raised to അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ e raised to minus tb by ഇവിടെ വരുമ്പോൾ e raised to minus tb മൈനസ് e raised to 0 by minus t എന്ന് വരും. അപ്പോൾ ഈ മൈനസ് ടീനുള്ളിലേക്ക് ഇവിടെ മേലെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, e raised to 0 മൈനസ് e raised to minus tb ഡിവൈഡഡ് t എന്ന് വരും. ഇനി 1/t നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു. ദെൻ e raised to 0 പറഞ്ഞാൽ 1 ആണ്. സോ 1 മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി e raised to മൈനസ് ബി ടി എന്ന് വരും. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഇനി കൺക്ലൂഡ് ചെയ്യാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ബി എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഇനി നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി e raised to മൈനസ് ബി ടി ആണ്. അതായത് ബി ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി e raised to, അതായത് ഈ ഒരു ലിമിറ്റിൽ എന്ത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് ഈ ഫംഗ്ഷൻ മൊത്തമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം ബി ആണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. ദെൻ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി e raised to മൈനസ് ബി ടി. ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞത് ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്ത് വരും, 0 എന്ന് വരും. ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 0 വരും. ടി ലെസ് ദാൻ 0 ആകുമ്പോൾ ഇൻഫിനിറ്റി വരും. അപ്പം നിങ്ങൾ നോക്കുക, e raised to മൈനസ് ബി ടി ആണ്. അപ്പോൾ ടി എന്ന് പറഞ്ഞത് ഒന്നുകിൽ 0, 1, 2 അങ്ങനെ എക്സെട്ര ഇൻഫിനിറ്റി വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും, e raised to മൈനസ് ബി ഇൻറ്റു ഇൻഫിനിറ്റി. സോ e raised to മൈനസ് ഇൻഫിനിറ്റി. e raised to മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താണ്, 0 ആണ്. ഇനി ഇവിടെ ടി ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ലെസ് ദാൻ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ടിക്ക് കൊടുക്കാം, മൈനസ് ഇൻഫിനിറ്റി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ e raised to മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു മൈനസ് ബി എന്ന് വരും, മൈനസ് ബി എന്ന് വരും. സോ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. സോ e raised to ഇൻഫിനിറ്റി. e raised to ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെ വരും. അപ്പോൾ e raised to മൈനസ് ബി ടി ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അതിനെന്ത് വരും, ഫൈനൈറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ടി ലെസ് ദാൻ 0 ആകുമ്പോൾ ഇൻഫിനിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കൺവേർജൻ്റ് ആവും, ലെസ് ദാൻ 0 ആകുമ്പോൾ ഡൈവേർജൻ്റ് ആവും. ഓക്കെ, hence integration 0 to infinity e raised to minus tx dx converges if t greater than 0 and diverges if t less than 0. ഇനി നമുക്ക് t equal to 0ന്റെ സ്ഥലത്ത് എന്താ സംഭവിക്കുക നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ടിയുടെ സ്ഥലത്ത് 0 കൊടുത്തു. സോ e raised to minus 0 into x. e raised to minus 0 പറഞ്ഞാൽ എന്താ, e raised to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ ഇൻറ്റഗ്രേഷൻ 0 to infinity 1 വരും, 1 dx. സോ ലിമിറ്റ് b tends to infinity integration 0 to b dx that's equal to limit b tends to infinity b minus 0 that's equal to infinity. നമുക്ക് എന്ത് പറയാം, ടി ലെസ് 0യോ അല്ലെങ്കിൽ 0നേക്കാളും ചെറിയ വാല്യൂസ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും, 0നേക്കാളും വലുതാണെങ്കിൽ കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടുൻ്റെ കേസ് വന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ
ഈ ഒരു കണ്ടീഷൻ കൂടി ചെയ്തത്. ഓക്കെ, വെൻ ടി ഈക്വൽ ടു 0 വൺ ചെയ്തത്. ടിയുടെ സ്ഥലത്ത് ജസ്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സാധാ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യും. ഓക്കെ, നേരത്തെ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ഇന്റഗ്രേഷൻ a to infinity 1 by x raised to p dx where p is a constant and a greater than 0 converges if p greater than 1 and diverges if p less than or equal to 1. p greater than 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യും ആൻഡ് p less than or equal to 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നതാണ് പറഞ്ഞത്. സോ ഇന്റഗ്രേഷൻ a to infinity 1 by x raised to p dx നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ അപ്പർ ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് b tends to infinity ഇന്റഗ്രേഷൻ a to b 1 by x raised to p dx എന്ന് എഴുതാം. ദെൻ ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് റേസ് ടു പി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു മൈനസ് പി ആയിട്ട് നമുക്ക് എഴുതാം. സോ അതിൻ്റെ ഇന്റഗ്രേഷൻ എക്സ് റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് മൈനസ് പി പ്ലസ് 1 എ ടു ബി. ദെൻ നമ്മൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പി റേസ് ടു ബി റേസ് ടു 1 മൈനസ് പി, അതായത് മൈനസ് പി പ്ലസ് 1 നമ്മൾ തിരിച്ചെഴുതി. 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് 1 മൈനസ് പി എന്ന് എഴുതി. ഓക്കെ, നിങ്ങളൊരു കണ്ടീഷൻ നോക്കണം. പി ഒരിക്കലും എന്താകാൻ പാടില്ല? പി നോട്ട് ഈക്വൽ ടു 1 ആവണം. കാരണം ഇവിടെ പി ഈക്വൽ ടു 1 ആയാൽ ഇവിടെ എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ. ഇനി ദെൻ നമ്മൾ എന്ത് ചെയ്യുക? 1 മൈനസ് പി ഞങ്ങളുടെ ഔട്ട് സൈഡിൽ എടുക്കുക. ദെൻ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി എന്ന് വരും. ദെൻ നമുക്ക് നോക്കേണ്ടത്, ഇവിടെ നമ്മളിപ്പോൾ ലിമിറ്റ് കൊടുത്തത് ബി ടെൻസ് ടു ഇൻഫിനിറ്റി വരുന്നത് ബിക്കാണ്. അപ്പോൾ ഈ ഒരു ടേം അവിടെ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, അത് ഇൻഫിനിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അടുത്ത ബിയുടെ കേസാണ് നോക്കേണ്ടത്, അതായത് ഈ ഒരു സംഭവമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അത് അവിടെ നിൽക്കട്ടെ. അതേപോലെ ഇതും കോൺസ്റ്റന്റ് ടേമാണ്. അപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴാണ് എന്താണ് ഉണ്ടാവുക നോക്കേണ്ടത്. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പിക്ക് എന്ത് സംഭവിക്കും നോക്കാം. ദെൻ ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. സോ ഇൻഫിനിറ്റി റേസ് ടു 1 മൈനസ് പി എന്നാണ് വരിക. ഇനി പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് വരും? ഇൻഫിനിറ്റി റേസ് ടു 1 മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. റേസ് ടു ഇൻഫിനിറ്റി റേസ് ടു 1 മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. അല്ല, ബിയുടെ കേസ് ബി അവിടെ നിർത്താം. നമ്മൾ ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കണില്ല. ബി അവിടെ ഒരു നമ്പറായിട്ട് നിർത്താം. ഇനി 1 മൈനസ് പി ആണ്. ഇനി പി ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മൾ പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അല്ലെങ്കിൽ പി ലെസ് ദാൻ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞാൽ ബി റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് വരിക. ഓക്കെ, ബി റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ സെയിം റിസൾട്ട് തന്നെ. ബി റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ 0. ഓക്കെ, അതേപോലെ ഇനി പി ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? ബി റേസ് ടു 1 മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, 1 മൈനസ് ഇൻഫിനിറ്റി. ദെൻ എന്ത് വരും? പ്ലസ് ഇൻഫിനിറ്റി വരും. സോ ബി റേസ് ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെ വരും പി ലെസ് ദാൻ 1 ആകുമ്പോൾ. അപ്പോൾ ലിമിറ്റ് ബിയുടെ കേസിൽ മാത്രമേ നമുക്ക് നോക്കണ്ടുള്ളൂ. ബി റേസ് ടു 1 മൈനസ് പിയിൽ പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അത് കൺവേർജ് ചെയ്യും, പി ലെസ് ദാൻ 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യും. ഇനി നമുക്ക് എന്ത് നോക്കണം? പി ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കണം. കാരണം നമ്മളുടെ റിസൾട്ടിൽ പറയുന്നത് എന്താ? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പി ഈക്വൽ ടു 1 ആകുമ്പോൾ ഇന്റഗ്രേഷൻ എ ടു ബി 1 ബൈ എക്സ് റേസ് ടു പി ഡി എക്സ്. പി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇന്റഗ്രേഷൻ എ ടു ബി 1 ബൈ എക്സ് ഡി എക്സ്. 1 ബൈ എക്സ് പറഞ്ഞാൽ ലോഗ് ബി. സോ ലോഗ് ദെൻ ലോഗ് ഓഫ് എ ടു ബി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി മൈനസ് ലോഗ് എ ദാറ്റ്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. സോ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രേഷൻ എ ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് റേസ് ടു പി ഡി എക്സ് ഇസ് കൺവേർജൻറ്റ് if p greater than 1 and is divergent if p less than or equal to 1 നമുക്ക് എഴുതാം. ഓക്കെ, താങ്ക് യു.